നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങാനാണ്. ഇനിയും മാന്യമര്യാദക്ക് മലബാറിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ശ്രീമാൻ എം.എ. ബേബിയോട് പറയുവാനുള്ളത്, കാസർഗോഡ് അടക്കമുള്ള മലബാറിലെ ജില്ലകളിൽ പഠിക്കുവാൻ ഉപരിപഠനത്തിനാവശ്യമായ സീറ്റുകൾ നൽകണം. ഇതിൽ ഈ രണ്ടുപേരും ഇരട്ടത്താപ്പ് കാണിക്കുന്ന നിലപാടുകളാരും സ്വീകരിക്കാൻ സാധ്യമല്ല. തുടക്കത്തിൽ നിങ്ങളറിയണം, എസ്.ഐ.ഒ ഈ വിഷയത്തിൽ 3 വർഷക്കാലമായി സമരത്തിലാണ്. നിരന്തര സമരം നടത്തി. ഇതുപോലുള്ള തെരുവ് സ്കൂൾ മലബാറിന്റെ നിരവധി പട്ടണങ്ങളിൽ നടത്തി. അവിടെ നിർത്തിയില്ല. കളക്ടറേറ്റ് മാർച്ച് നടത്തി, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, പ്രകടനങ്ങളും പൊതുയോഗങ്ങളുമായി എസ്.ഐ.ഒ നിരന്തര സമരത്തിലാണ്. ആ സമരത്തിനൊരു ഇടയിൽ എവിടെയും ശ്രീമാൻ എം.എ. ബേബി എന്ന് മുഖവിലക്ക് എടുത്തില്ല. അവസാനം ആ വിഷയത്തിൽ മൗനമവലംബിക്കുന്ന ശ്രീമാൻ എം.എ. ബേബി കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ കോഴിക്കോട്ട് അദ്ദേഹത്തിന്റെ പരിപാടിക്ക് മുന്നിൽ ചാടിയിട്ട് തെരുവിൽ തടഞ്ഞു നിർത്തിയിട്ട് എം.എ. ബേബിയെ വഴിയിൽ തടഞ്ഞിട്ട് എസ്.ഐ.ഒ പ്രവർത്തകർ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തരമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ, സീറ്റുകൾ വർദ്ധിപ്പിച്ചില്ല എങ്കിൽ എസ്.ഐ.ഒ മുന്നറിയിപ്പ് നൽകുന്നത് മലബാറിലെ ജനത, ഈ പ്രദേശത്ത് മലബാറിലെ ഓരോ മന്ത്രിമാരുടെയും വീട്ടിന് പഠിക്കൽ ഇതുപോലുള്ള തെരുവ് സ്കൂൾ സംഘടിപ്പിക്കും. അവർ അവസാനിപ്പിക്കുന്ന അതിനപ്പുറം സെക്രട്ടേറിയറ്റിന് നടക്കൽ ചേർന്നുകൊണ്ട് ഇനി മുതൽ തെരുവിൽ സ്കൂൾ സംഘടിപ്പിക്കും. അങ്ങനെ മാത്രമേ ഈ സമരത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് വളരെ വിനയത്തിന്റെ ഭാഷയിൽ സൂചിപ്പിക്കാനുള്ളത്, ഇത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണ്. നമ്മൾ ഓരോരുത്തർക്കും നാളെ മറ്റന്നാളും മലബാറിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, കാസർഗോഡുകാരനായിപ്പോയി എന്നുള്ളത് കൊണ്ട് 10,000-ഉം 20,000-ഉം രൂപ കൊടുത്തിട്ട് +1 കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും സയൻസിനും ഒക്കെ സീറ്റ് വാങ്ങേണ്ട ഗതികേടിലേക്ക് ഈ സമൂഹത്തെ നക്കിക്കൊല്ലുന്ന ഭരണകൂട വർഗീകരണത്തിനെതിരെ ശക്തമായ പോരടിക്കേണ്ട സന്ദർഭമാണിത്. മാത്രമല്ല, നമുക്ക് ഇനിയും ഈ പറയുന്ന ആളുകള്